നിങ്ങളുടെ കുടുംബ ബഡ്ജറ്റ് അത് മിച്ച സൗഹൃദമാണോ കമ്മി സൗഹൃദമാണോ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിലൂടെ നിങ്ങളുടെ വരുമാനത്തിന് കൊടുക്കുന്ന സന്ദേശം നിങ്ങൾ കമ്മിയാണോ ആഗ്രഹിക്കുന്നത് അതോ മിച്ചമാണോ ആഗ്രഹിക്കുന്നത്? അതായത് കൂടുതൽ കടങ്ങളാണോ ആഗ്രഹിക്കുന്നത്, കൂടുതൽ മിച്ചമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ പറയുന്ന യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണ്? കൂടുതൽ കടങ്ങൾ ഉണ്ടാക്കണം എന്നാണോ അതോ കൂടുതൽ മിച്ചമുണ്ടാക്കണം എന്നാണോ? നിങ്ങൾ തീർച്ചയായിട്ടും പറയും നിങ്ങൾക്ക് മിച്ചമുണ്ടാക്കണമെന്നാണ് ആഗ്രഹം, നിങ്ങൾ പറയും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ വരുമാനം കിട്ടിയാൽ നിങ്ങൾ എങ്ങനെയാണ് അത് ചെലവഴിക്കുക? ഏറ്റവും ആദ്യം എന്തിനു വേണ്ടിയാണ് പണം മാറ്റിവെക്കുക? കടങ്ങൾ വീട്ടാനല്ലേ? ആണോ? അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെലവഴിക്കുന്ന എന്തിനായിരിക്കും? ആസ്പത്രി ചെലവുകൾക്കാണോ? അത് കഴിഞ്ഞാൽ നിങ്ങളുടെ പച്ചക്കറി, അതുപോലെ തന്നെ പല വ്യഞ്ജനങ്ങൾ, ഇതിനൊക്കെയാണോ പൈസ ചിലവാക്കുന്നത്? പിന്നെ പേപ്പർ, പാല്, അങ്ങനെയൊക്കെയാണോ? അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ പണം ചെലവഴിച്ച് അതിൻ്റെ അവസാനം എന്തായിരിക്കും? പൈസ മതിയാകാതെ വന്ന് പിന്നെ കുറച്ചുകൊണ്ട് കടം വേണ്ടി വരാറുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മനഃപൂർവ്വം അല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം, എനിക്ക് കടം വിമുക്തമായ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ കടവിമുക്തമായ ഒരു വരുമാനം വേണ്ട, എനിക്ക് കടങ്ങളാണ് ഇഷ്ടം എന്നാണ്. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വിചിത്രമായിട്ട് തോന്നും. കാരണം പണം കയ്യിൽ വന്നാൽ കടം വീട്ടണ്ടേ, ചെലവുകൾ നടത്തണ്ടേ, ആസ്പത്രി ചെലവുകൾ നടത്തണ്ടേ, കുടുംബ ചെലവുകൾ വേണ്ടേ? ഇതൊക്കെ വേണം, തീർച്ചയായിട്ടും വേണം. ഒന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, വേണം താനും. പക്ഷേ നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ കയ്യിൽ പണം കിട്ടിക്കഴിഞ്ഞാൽ, വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ കടം വീട്ടാൻ ശ്രമിക്കുന്നതിന് പകരം കുറച്ച് പൈസ മിച്ചം വെക്കണം. അത് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ തോന്നുന്നു ഈ പൈസ കൊണ്ട് എൻ്റെ കാര്യങ്ങളും എൻ്റെ കടങ്ങൾ മുഴുവൻ വീടില്ല, അല്ലെങ്കിൽ ആവശ്യങ്ങൾ മുഴുവൻ വീടില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിൽ പോലും ബോധപൂർവം പൈസ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ കുറച്ച് പൈസ മിച്ചമെടുത്ത് വെച്ചേക്കണം. അത് കഴിഞ്ഞ് ഒരു കുറഞ്ഞ പൈസ നിങ്ങൾ ഒരു ആഘോഷത്തിന് വേണ്ടി, സെലിബ്രേഷന് വേണ്ടി ചെലവഴിക്കണം. ആഘോഷം എന്ന് പറഞ്ഞാൽ വലിയ ബഡ്ജറ്റ് അല്ല കേട്ടോ, വളരെ ചെറിയ പൈസ ബഡ്ജറ്റ്. ഒരു ചെറിയ സിനിമ കാണാൻ പോയാൽ തന്നെ അത് ആഘോഷമാണ്. അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ വേണമെങ്കിൽ അതൊരു ആഘോഷമാക്കാം, ചെറിയ ആഘോഷം. അതല്ലാതെ കലാഭവൻ മണി പറയുന്ന മാതിരി കിട്ടുന്ന പൈസയ്ക്ക് കള്ളു കുടിച്ച് അങ്ങനെയല്ല, പണം മുഴുവൻ തീർക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അപ്പോഴും നിങ്ങൾ കടത്തിൻ്റെ അടുത്തേക്ക് വരരുത്. നിങ്ങളുടെ ദൈനംദിന ചെലവുകൾ അതൊക്കെ നടത്തിക്കൊള്ളൂ. അങ്ങനെ വന്ന് ഏറ്റവും ഒടുവിലായിരിക്കണം നിങ്ങൾ കടം വീട്ടേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പൈസ മാറ്റി വെച്ചിട്ട് എന്നിട്ട് നിങ്ങൾക്ക് കടം വീട്ടാം, കുഴപ്പമില്ല. പക്ഷേ ഇതെല്ലാം ആദ്യമേ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഏറ്റവും ആദ്യം മിച്ചം എന്ന് പറയുന്ന ആ പണം മാറ്റി വെച്ചിരിക്കണം. ഇങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം മാത്രം ഏറ്റവും ഒടുവിൽ നിങ്ങൾ കടം വീട്ടുക. പക്ഷേ ഞാനിത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു, അവസാനം കടം വീട്ടാൻ പൈസ ഉണ്ടായില്ല, കടം വീട്ടാൻ കഴിഞ്ഞില്ല എന്നൊന്നും പറയരുത്. ഇത് ഒരു എന്താ പറയുക, സർക്കസിലെ ഒരു ബാലൻസ് മാതിരിയാണ്. നമ്മൾ കമ്പിമേക്കോട് പോകുകയില്ലേ എന്ന് പറഞ്ഞ മാതിരിയാണ്. വളരെ സൂക്ഷിച്ച് വളരെ ബാലൻസ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണത്. കടങ്ങൾ വീട്ടാതിരിക്കരുത്, എന്തായാലും വീട്ടിയിരിക്കണം. ആസ്പത്രി ചെലവുകൾ, ഇതിനൊക്കെ പൈസ എന്തായാലും കണ്ടെത്തിയിരിക്കണം. പക്ഷേ ഏറ്റവും ആദ്യം നിങ്ങൾ കുറച്ച് പണം മിച്ചം വയ്ക്കണം. കുറച്ച് പണം
ആഘോഷത്തിന് വയ്ക്കണം. പക്ഷെ അവിടെയൊക്കെ നിയന്ത്രണവും വേണം, ആഘോഷത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. കാരണം നിയന്ത്രിക്കാൻ വിഷമമുള്ളൊരു സാധനമാണ് ആഘോഷം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അത് മിച്ച സൗഹൃദമാണ് എന്ന് നിങ്ങളുടെ വരുമാനത്തിന് ഒരു സന്ദേശം കിട്ടും, ഒരു മെസ്സേജ് കിട്ടും. കാലക്രമത്തിൽ, ഉടനെയല്ല, കാലക്രമത്തിൽ നിങ്ങൾ കടവിമുക്തരായി മാറും. നിങ്ങൾക്ക് മിച്ചമുണ്ടാകും, മിച്ചം ധാരാളം ഉണ്ടാകും. എന്ന് പറഞ്ഞ് കോടികളുടെ മിച്ചമൊന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കടങ്ങളുടെ ആ ഒരു കടല് അത് കടന്ന് നിങ്ങൾ തീരത്തെത്തും, മിച്ചത്തിൻ്റെ തീരത്തെത്തും, അത് ഉറപ്പാണ്. പക്ഷെ അടുത്ത മാസമോ പിന്നത്തെ മാസമോ ആയിരിക്കണം എന്നില്ല, സമയമെടുക്കും. പക്ഷെ ഇങ്ങനെ മാത്രമേ നിങ്ങൾക്ക് മിച്ചത്തിൻ്റെ തീരത്തേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഈ കടത്തിൻ്റെ നടുക്കടലിൽ ഇങ്ങനെ നീന്തി നീന്തി അല്ലെങ്കിൽ കൈകാലിട്ടടിച്ച് മുൻപോട്ട് പോകേണ്ടി വരും. ഇത് ജോസ് കാച്ചപ്പള്ളി @ജോസ് കാച്ചപ്പള്ളി 1090. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുക.